നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഗംഭീരമായിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സസിനെ കുറിച്ചിട്ടാണ്. കാരണം ഒത്തിരി കുട്ടികൾ നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ കൊമേഴ്സ് ആണ് പഠിച്ചത്, ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഒന്നുമില്ല. സയൻസുകാർക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പാരാമെഡിക്കൽ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധപ്പെട്ട കോഴ്സസ്, അങ്ങനെ ഒരുപാട് മേഖലകൾ സയൻസുകാർക്ക് ചെയ്യാൻ പറ്റും. കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും ഇതുപോലെ തന്നെ 100% ജോലി കിട്ടുന്ന പ്ലേസ്മെന്റ് ഉള്ള കോഴ്സസ് പരിചയപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഫഷണൽ കോഴ്സസ് ആഫ്റ്റർ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇത് നമ്മളൊരു സീരീസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പാർട്ട് 1, 2, 3, 4 ആയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ പ്ലേലിസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ പ്ലേലിസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന വിവിധ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. ആദ്യം തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആഫ്റ്റർ +2 മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കഴിഞ്ഞതിന് ശേഷമുള്ള ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ, അഡ്മിഷൻ പ്രോസസ്സുകൾ, എൻട്രൻസ് എക്സാമുകൾ മുതലായ ഒരു വിദ്യാർത്ഥി അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, എക്സ്പെഷ്യലി കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊഫഷണൽ കോഴ്സസ് ആണ്. കൊമേഴ്സ് മേഖലയിൽ ജോലി ചെയ്യാന്ന് പറയുമ്പോൾ കൊമേഴ്സ് മേഖലയിൽ വരുന്ന വിവിധമായിട്ടുള്ള ഹൈ ലെവൽ കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ CA, ചാർട്ടേഡ് അക്കൗണ്ടിംഗ് എന്ന് പറയും. ഇന്ത്യൻ CA എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 6 ഇയേഴ്സോളം ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രോഗ്രാമാണ് CA എന്ന് പറയുന്നത്. നമ്മൾ CA പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചറിന് വരെ വാല്യൂ ആണ്. നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലുള്ള വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അതായത് ടേൺ ഓവറുകൾ, കോടിക്കണക്കിന് സാമ്പത്തിക ടേൺ ഓവറുകളുള്ള വലിയ കമ്പനികളുടെ ഓഡിറ്റിങ്ങും ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓഡിറ്റിങ്, ഫയലിംഗ്, അതുപോലത്തെ കൊമേഴ്സ് മേഖലയിൽ ഒരു കമ്പനിയുടെ എല്ലാ അക്കൗണ്ട്സും മാനേജ് ചെയ്യുന്നത് CA-കാരൻ്റെ ടീമും ആയിരിക്കും. അപ്പോൾ ഏതൊരു കമ്പനിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഇന്ത്യയിലും കേരളത്തിലും എവിടെയുള്ള ഏതൊരു കമ്പനിയാണെന്നുണ്ടെങ്കിലും CA-കാരനില്ലാതെ ആ കമ്പനി മുന്നോട്ടേക്ക് പോകാൻ പറ്റൂല. അവരുടെ സിഗ്നേച്ചറിന് ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ CA ആണ് ഒരു അൾട്ടിമേറ്റ് കൊമേഴ്സ് മേഖലയിലെ ഏറ്റവും ടോപ്പ് കരിയർ. അത്യാവശ്യം ഹൈ ലെവൽ സാലറി മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് CA എന്ന് പറയുന്നത്. +2 കഴിഞ്ഞതിന് ശേഷം കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ചാർട്ടേഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. +2 കഴിഞ്ഞതിന് ശേഷം 3 ലെവലിലാണ് നമ്മൾ CAയിലോട്ട് എത്തുന്നത്. ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ലെവലാണ്. നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ്ലി നമ്മൾ CAക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫൗണ്ടേഷനിലോട്ടാണ് ജോയിൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ആണ്. ഇന്റർമീഡിയറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യണം. അതിന് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയും. ആർട്ടിക്കിൾഷിപ്പും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ എക്സാം എഴുതാം. ഫൈനൽ എക്സാം കൂടി എഴുതി നമ്മളതിൽ പാസ് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു CA-കാരനായി. അപ്പോൾ CA എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ്. ഏതൊരു മൾട്ടിനാഷണൽ കമ്പനി നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ എല്ലാ മാത്തമാറ്റിക്സും അല്ലെങ്കിൽ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് മൊത്തം കൈകാര്യം ചെയ്യുന്നത് CA ആണ്. സൈനിങ് അതോറിറ്റി ഉള്ള, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കാൻ പറ്റുന്ന, കൊമേഴ്സ് കഴിഞ്ഞതിന് ശേഷം കൊമേഴ്സ് മേഖലയിൽ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് CA എന്ന് പറയുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. CA എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ എക്സ്പെഷ്യലി BCom, BBA പോലുള്ള കൊമേഴ്സ് മേഖലയിലെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം CAയിലോട്ട് ജോയിൻ ചെയ്യാറുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ ലെവൽ സ്കിപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ്ലി ഇന്റർ പഠിച്ചാൽ മതി. അതല്ല +2 കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ലെവൽ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്റർ ലെവൽ, പിന്നെ ആർട്ടിക്കിൾഷിപ്പ് എല്ലാവർക്കും ചെയ്യണം. ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫൈനൽ എക്സാം എഴുതിയിട്ടാണ് CA പാസ്സാവുന്നത്. CA എന്ന് പറയുന്നതാണ് ഏറ്റവും ടോപ്പ് കൊമേഴ്സ് മേഖലയിലെ ഏറ്റവും ടോപ്പ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കരിയർ എന്ന് പറയുന്നത് CA ആണ്. ചാർട്ടേഡ് അക്കൗണ്ടിംഗ് ആണ്. പഠിക്കാൻ അത്യാവശ്യം നല്ല ടഫാണ്, ഈസി ആവില്ല. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് CMA ആണ്. CMA USA ഉണ്ട്, CMA ഇന്ത്യ ഉണ്ട്. 2 ടൈപ്പ് ഓഫ് CMA ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ CMA USA ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്റർനാഷണൽ ഓപ്പണിംഗ് കിട്ടും. ലോകത്തുള്ള പല രാജ്യങ്ങളിലും നമുക്ക് ഇന്റർനാഷണൽ കമ്പനികളിലും നമുക്ക് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് CMA എന്ന് പറയുന്നത്. CMA ഇന്ത്യ എന്ന് പറയുമ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ കോസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ, ഫൈനാൻസിൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണ് CMAയിലോട്ട് പോകേണ്ടത്. ഇതും നല്ല ഹൈലി സാലറി ഉള്ള കോഴ്സാണ്. CA എന്ന് പറയുന്നത് 5 to 6 years എടുക്കും നമുക്ക് CA പാസ്സായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ. CMAയും അതേപോലെ തന്നെയാണ്. രണ്ടും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. മറ്റേത് നമുക്ക് ഓഡിറ്റിങ്ങും കാര്യങ്ങളും, നമുക്കൊരു സൈനിങ് അതോറിറ്റി കിട്ടും CA എന്ന് പറയുമ്പോൾ.
ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കോസ്റ്റ് മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള വർക്ക് ആയിരിക്കും CMAക്ക് ഉണ്ടാവുക. CMA US എന്ന് പറയുമ്പോൾ ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയും പുറത്തോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് CMA US എടുക്കാം. ഇതും ഒരു 100% പ്രൊഫഷണൽ കോഴ്സ് ആണ്. ഈ ഒരു CMA US അല്ലെങ്കിൽ CMA ഇന്ത്യ എന്ന് പറയുന്ന കോഴ്സ് അപ്രോക്സിമേറ്റ്ലി ഒരു 2 to 3 ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് ഇത് കുട്ടികൾ പൊതുവെ പാസ് ഔട്ട് ആവുന്നത്. ഇതും CA പോലെ തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് ഫൗണ്ടേഷൻ പഠിക്കണം, അത് കഴിഞ്ഞതിന് ശേഷം ഇന്റർലോട്ട് വരണം, പിന്നെ നമുക്ക് ഫൈനൽ എക്സാം എഴുതിയിട്ട് ഇത് പാസ് ഔട്ട് ആയാൽ പിന്നെ നമുക്ക് ജോലിയിലോട്ട് പ്രവേശിക്കാൻ പറ്റും. കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലായിരിക്കും മെയിനായിട്ട് വർക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് ACCA എന്ന് പറയും. ACCA എന്ന് പറയുന്നത് ഒരു മിനിമം 3 ഇയേഴ്സ് ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രോഗ്രാമാണ് ACCA എന്ന് പറയുന്നത്. ഇത് നമുക്ക് 3 രീതിയിൽ +2 കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ACCA കോഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രിയുടെ കൂടെ ACCA നമുക്ക് പഠിക്കാൻ പറ്റും. അതും അല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ACCAക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഡിഗ്രിയുടെ കൂടെ എടുക്കുന്നതും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നതും ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പേപ്പേഴ്സിൻ്റെ എണ്ണത്തിൽ മാറ്റം വരും. +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ നമ്പർ ഓഫ് പേപ്പേഴ്സ് നമ്മൾ എഴുതേണ്ടി വരും. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ACCAയിലോട്ട് വരുമ്പോൾ, അത് CMA ആയിക്കോട്ടെ CA ആയിക്കോട്ടെ, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ലെവലിൽ നമുക്ക് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റർലോട്ട് മാറാൻ പറ്റും. അതേപോലെ വരുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ACCA എന്ന് പറയും. ACCAക്ക് 100% ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. 100% ACCA കംപ്ലീറ്റ് ചെയ്താലും ജോലി കിട്ടുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. ടാക്സ് കൺസൾട്ടന്റ് ആയിട്ടും ഓഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ ജോലി ചെയ്യാൻ പറ്റും. ഇതാണ് മൂന്നാമത്തെ കോഴ്സ്. ഒന്നാമത്തെ കോഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടിങ്, 2 CMA ഇന്ത്യ അല്ലെങ്കിൽ US, അതുപോലെ തന്നെ മൂന്നാമത് വരുന്നത് ACCA, അതുപോലെ തന്നെ നാലാമത് വരുന്ന ഒരു പ്രോഗ്രാമാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയും. ഇതും 100% ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ആണ്, പിന്നെ പ്രൊഫഷണൽ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. അതോടുകൂടി കഴിഞ്ഞാൽ നമുക്ക് കമ്പനികളുണ്ടല്ലോ, വലിയ വലിയ മൾട്ടിനാഷണൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ടേൺ ഓവേഴ്സ് ഉള്ള കമ്പനികളിൽ അവരുടെ കമ്പനിയുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തി ലീഗലി അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആൾക്കാരാണ് കമ്പനി സെക്രട്ടറീസ് എന്ന് പറയുന്നത്. ഇതും 100% ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കൊമേഴ്സ് മേഖലയിലെ മറ്റൊരു കോഴ്സാണ്. ഇത് ഹ്യൂമാനിറ്റീസ് ആയിരിക്കും ചെയ്യാൻ പറ്റും. CA, CMA, ACCA അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി പോലുള്ള കോഴ്സസ് ആണ് 100% ജോലി കിട്ടുന്ന 4 പ്രൊഫഷണൽ കോഴ്സസ്. കമ്പനി സെക്രട്ടറി അറൗണ്ട് ഒരു 2.5 years to 3 years ഒക്കെയാണ് ഇതിന്റെ ഡ്യൂറേഷൻ വരിക. കമ്പനി സെക്രട്ടറി അത്യാവശ്യം നല്ലോണം പഠിക്കാനുള്ള കോഴ്സാണ്. ഈ 4 കോഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കമ്പാരിറ്റീവ്ലി CA, CMA അത്യാവശ്യം നല്ല ടഫ് ആയിരിക്കും. ACCA അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി CAയും CMAയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൈറ്റർ ആയിരിക്കും. പക്ഷേ ഇത് പഠിച്ച് സർട്ടിഫൈഡ് ആയിട്ട് നമുക്കിത് പുറത്തോട്ടേക്ക് ഇറങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 100% പ്ലേസ്മെന്റ് കിട്ടുന്ന പ്രോഗ്രാംസ് ആണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഈ കോഴ്സുകളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനും ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ +2 കഴിഞ്ഞതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളോ കാര്യങ്ങളോ, അതുപോലെ തന്നെ എൻട്രൻസ് ന്യൂസുകൾ, അപ്ഡേറ്റുകൾ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ, കോളേജ് എൻട്രൻസ്, അഡ്മിഷൻസ്, ലാസ്റ്റ് ടൈം ഓഫ് ജോയിനിങ്, അതുപോലത്തെ എല്ലാ അപ്ഡേറ്റുകളും വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ +2 മലയാളത്തിന്റെ കരിയർ ഗൈഡൻസ് വാട്സപ്പ് ഗ്രൂപ്പ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അപ്പോൾ നിങ്ങളതിൽ ജോയിൻ ചെയ്യുക.